മമ്മൂക്കയെ ലാലേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അവർ വർഷങ്ങളായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന, അവർ കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. ആ വാല്യൂനെയാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹം അത് ഓപ്പണായിട്ട് പറഞ്ഞു ടൊവി ചെയ്ത കാര്യം അല്ലേ. അപ്പൊ ടൊവിനോയെ പോലുള്ളൊരു നായകൻ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും മറ്റു പല നടന്മാരും അത് ചെയ്യുന്നുണ്ട്. അതൊന്നും പറയാതെ ഇവരുടെ ശമ്പളമാണ് മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് ശരിയാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ എത്ര 10-30 സീരിയൽ ചെയ്താ. അപ്പോൾ സീരിയൽ നിന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ആക്ഷേപിച്ച് ഒന്നും വയ്ക്കാനൊന്നും കൊള്ളില്ല. ഇതിപ്പം സിനിമയും സീരിയലും എല്ലാം അഭിനയമാണ്. ആഫ്രിക്കയുടെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരിക്കും ഇതിനകത്ത് മാരി പെർഫോം ചെയ്യാനായിട്ട് നല്ല സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആഫ്രിക്ക അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. ഷൈൻ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സാംസൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ്. തന്റെ കയ്യിലാണ് നീതിയും നിയമവും എല്ലാം എന്ന് വിശ്വസിക്കുകയും തന്നെ ചോദ്യം ചെയ്യുകയും വിമർശനം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചുരുക്കം ചില നമ്മുടെ ചുറ്റുപാടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് സംഭവം നമ്മൾ കാണുന്നതാണ്. അതിൽ ചുരുക്കം ചിലരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ചുമ്മാ അങ്ങ് ഇറങ്ങി അങ്ങ് നടന്ന് കയറി അങ്ങ് പോയി. ആ സാറങ്ങ് കയറിപ്പോയി, ഞങ്ങളും കയറിപ്പോയി. വലിയ മലയുടെ മുകളിലൊരു ഗുഹ. അപ്പൊ അത് നമുക്ക് തോന്നിച്ചില്ല ഇതിന്റെ കൂടെ അങ്ങ് ചെയ്ത് തീർക്കാൻ എന്നുള്ള ഇതിനായിരിക്കും. ഇല്ല, ഞാൻ അങ്ങനെ വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെ സിനിമ എന്നാണ്. സിനിമയ്ക്ക് ഒരു ഭാഷയുള്ളൂ സിനിമ. നമസ്കാരം. രാജ്ബാബു സംവിധാനം ചെയ്ത ചാട്ടുളി എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടത് ജാഫർ ഇടുക്കി, ഷാജോൺ, ഇതിൻ്റെ ഡയറക്ടർ രാജ്ബാബു. നമസ്കാരം. നമസ്കാരം. ചാട്ടുളി നല്ല പവർഫുള്ളായിട്ടൊരു പേരാണ് ചാട്ടുളി. എന്താണ് ചാട്ടുളി? ചാട്ടുളി പണ്ട് കാലത്ത് തന്നെ ആദിവാസികൾ മത്സ്യബന്ധനത്തിനും വന്യമൃഗങ്ങളൊക്കെ വേട്ടയാടുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. അതിപ്പോൾ ഒരു വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി. നമ്മളിത് മറ്റൊരു തരത്തിലാണ് സിനിമയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നത്. ആദിവാസി എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ സിനിമേൻ്റെ, എങ്ങനെയാണ് ഈ സിനിമ ഒരു ഏത് ജോണറിലാണ് ഇത് പോകുന്നത്? ഈ സിനിമ പ്രധാനമായിട്ടും ആഫ്രിക്ക അവതരിപ്പിക്കുന്ന മാരി എന്നുള്ള കഥാപാത്രത്തിലൂടെയാണ് നീങ്ങുന്നത്. മാരി ഒരു എന്താ പറയുക, ഉൾക്കാട്ടിൽ തനിയെ താമസിക്കുന്ന ഒരാളാണ്. അപ്പം മാരിയുടെ അച്ഛൻ്റെ സുഹൃത്ത് നഞ്ചപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പം നഞ്ചപ്പൻ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, മാരി നീ എന്തിനാണ് ഒറ്റയ്ക്ക് അങ്ങനെ താമസിക്കുന്നത്? വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് പോര്, ഞങ്ങളുടെ ഇവിടെ കഴിയാലോ എന്ന് പറയുമ്പം മാരി പറയുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്ക് കൂട്ടിന് കാടുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അയാൾ കാടിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇയാൾ ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഗാർഡായിരുന്നു. ബ്ലൈൻഡ് അല്ല, ഇപ്പം നിലവിൽ നമ്മൾ കഥ തുടങ്ങുമ്പോൾ ബ്ലൈൻഡാണ്. അപ്പം അതിൻ്റെതായ കാരണങ്ങൾ അങ്ങനെ ആയെന്നുള്ളതിനൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ മാരിക്ക് കാഴ്ചയില്ലെങ്കിൽ പോലും ഈ കാടിൻ്റെ ഏത് മുക്കും മൂലയും ഗന്ധം കൊണ്ടും ശബ്ദം കൊണ്ടും തിരിച്ചറിയുന്ന ഒരാളാണ്. അതാണ് അയാളുടെ ഒരു. അപ്പോൾ പച്ചമരുന്നൊക്കെ കളക്ട് ചെയ്ത് അത് ചെറിയൊരു ടൗണിലും പുറത്ത് വന്ന് അത് വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരാളാണ്. അയാളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഈ ഉൾക്കാട്ടിൽ അയാൾ തനിയെ താമസിക്കുമ്പോൾ അവിടെ എത്തപ്പെടുന്ന കണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. കാർത്തിക് വിഷ്ണുവാണ് ചെയ്യുന്നത്. ആ കണ്ണൻ കൂടി എത്തിയതിനു ശേഷമാണ് കഥയുടെ മറ്റൊരു തലത്തിലേക്ക് കഥ മാറ്റം വരുന്നത്. ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷമുണ്ട്. എന്താണ് രാഷ്ട്രീയക്കാരൻ്റെ വേഷം കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വേഷം എങ്ങനെയാണ് ഒരു വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ്? അല്ല, വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഒരു നെഗറ്റീവ് ടച്ച് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാൻ പറ്റാത്ത ഒരു അറിയാലോ, അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ. പക്ഷെ പേഴ്സണലി ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു ലൊക്കേഷനും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പ്രധാനമായിട്ടും ബാച്ചനും പറഞ്ഞ പോലെ ജാഫ്രിക്കയുടെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണല്ലോ സിനിമ പോകുന്നത്. അപ്പം ജാഫ്രിക്കയുടെ ഒരു ഫാൻ കൂടിയാണ് ഞാൻ. എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ് ജാഫ്രിക്കയായിട്ടുള്ളത്. അപ്പോൾ ജാഫ്രിക്കയുടെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരിക്കും ഇതിനകത്ത് മാരി പെർഫോം ചെയ്യാനായിട്ട് നല്ല സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ജാഫ്രിക്ക അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ശരിക്കും ഈ സിനിമയായിട്ട് എൻജോയ് ചെയ്തത്. ഞാൻ വളരെ വെയിറ്റ് ചെയ്യുന്നതും ജാഫ്രിക്കയുടെ ആ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രാജ്ബാബു ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈം ആയില്ല? എനിക്ക് ബാബുചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാലോ. ബാബുചേട്ടൻ വളരെ സീനിയർ മോസ്റ്റ് ഒരു ഡയറക്ടറാണ്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് നമ്മളെ വളരെ സ്നേഹത്തോടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമുക്ക് പേഴ്സണലി നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ഓരോരോ വേഷങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറേ പേരിൽ ഒരാളാണ്
ബാബുച്ചേട്ടൻ. അപ്പോൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു ഈ സിനിമയിലേക്ക് വന്നത്. ഇപ്പോൾ ജാഫർ ഇടുക്കി അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഈ കോംബോ എങ്ങനെയുണ്ടായി? അപ്പോൾ എനിക്ക് ഷൈനുമായിട്ട് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കോമ്പിനേഷൻ ഉണ്ടായത്, കൂടുതലും ജാഫർക്ക് ആയിട്ടായിരുന്നു. അപ്പോൾ എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ജാഫർ കുറച്ചു കാലമായിട്ട് വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടനാണ് താങ്കൾ. അപ്പം ആണാണ് തീർച്ചയായും. എങ്ങനെയാണ് ഈ ഇതിലെ ഒരു ആദിവാസി വേഷം മാത്രമല്ല, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വേഷം കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എനിക്ക് എൻ്റെ ജീവിതത്തിലേ പറഞ്ഞില്ല, എനിക്ക് ഇച്ചിരി പേടിയുണ്ടായി ഇത് ചെയ്യാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം അന്ധനല്ല, ഇത് ഇടയ്ക്ക് വെച്ചിട്ട് മാറിപ്പോയത്. അപ്പോൾ ഇതെല്ലാം കണ്ടതാണ് ഈ ലോകം ശരിക്കും കണ്ട ഒരാൾ ഇടയിൽ പെട്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഗന്ധത്തിലൂടെയും ചെവിയിലൂടെ മറ്റേ സൗണ്ടിലൂടെ ഒക്കെ അറിഞ്ഞ് കാട് മൊത്തം കാണാപ്പാടമായി കിടക്കുന്ന ആൾ അങ്ങനെയാണ്. പുള്ളിക്ക് എല്ലാവരും അറിയാം, എവിടെയാണെന്നൊക്കെ ദിക്ക് വരെ നോക്കി അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാരിച്ചൊരു വേഷം തന്നു. സാറ് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്നുള്ളൂ, ഇതിനാ നിന്നേൻ. അങ്ങനെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ സാറിൻ്റെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ല. അപ്പം അങ്ങനെ പിന്നെ ക്യാമറ സൈഡും സാറും പിന്നെ ഇത് അസോസിയേറ്റ് ചെയ്ത രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരു പത്തനംതിട്ടക്കാരൻ, അദ്ദേഹവും എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത്. സാറിനോട് ചോദിക്കുമ്പോൾ പിന്നെ നേരിട്ട് ഡയറക്ടറോട് എപ്പോഴും ചെന്നെല്ലാം ചോദിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചും പിടിച്ചും ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് പിന്നെ നല്ല ഒരു ലൊക്കേഷനാണ് കിട്ടിയത്. ഇന്നേ വരെ സിനിമയിൽ വന്നിട്ടില്ലാത്ത ചില ഭാഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ മിടുക്കനായിട്ട് ആ പയ്യൻ അതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജോൻ്റെ ഭാഗം കൈകാര്യം ചെയ്തത് ഷൈൻ ടോം ചാക്കോ. എനിക്ക് രണ്ടുപേരായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് നമ്മൾ ചിരിച്ച് കളിച്ച് ആ പടം തീർത്തു. പിന്നെ കുറേ മലയൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ചെറിയ ദുരിതമൊക്കെ ഉണ്ടായിരുന്നു. ഇടുക്കിക്കാരനായ ജാഫർ ഖാനോടത്ത് ഞാൻ ഈ കാട് എക്സ്പീരിയൻസ് ചോദിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചിട്ട് ആദിവാസി സമൂഹത്തെയും കാടും മലയും ഒക്കെ കയറിയിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ അട്ടപ്പാടിയിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കാടും? അവിടെ ഇതായി പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഒരു ജീപ്പിന് കയറിയൊക്കെ പോകണം. അപ്പോൾ കാർ ചെയ്യില്ലല്ലോ അവിടെ. അപ്പോൾ ഒരു 2-3-4 കിലോമീറ്റർ ജീപ്പിന് മിക്കവാറും ഒക്കെ ഷൈനാണ് അവരുടെ ജീപ്പ് ഓടിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കുറേ പേരൊക്കെ വെച്ചിങ്ങനെ പുള്ളി പോകും. ഇടയ്ക്ക് ഞാനും ഓടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള ജീപ്പുകാർ പിന്നെ ഇങ്ങനെയായി, നാളെ എൻ്റെ ജീപ്പൊന്ന് ഓടിച്ചുകൊണ്ട് പോകാം, അങ്ങനെയൊക്കെ. നാളെ എൻ്റെ ജീപ്പൊന്ന് ഓടിക്കണം അവരുടെ ഇടയിലെ ചുമ്മാ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ആ ജീപ്പുകാരും ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു, അവിടുത്തെ ചേട്ടന്മാർ പിള്ളേരുടെ നന്നായിട്ട്. അങ്ങനെ പോയിട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ രാത്രിയേ വരുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ടൊന്നും നമുക്ക് കാണാൻ നോക്കുകയല്ലോ. പിന്നെ താമസിച്ച ഹോട്ടലിലെ പിള്ളേരൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ പൊതുവായിട്ട് നല്ല, അതായത് അട്ടപ്പാടിയിലെ ഏറ്റവും ഭാരപ്പെട്ട സ്ഥലത്താണ് ഞങ്ങളുടെ ഷൂട്ട്. ഒത്തിരി വണ്ടി കയറി ചെല്ലാനും ദുർഗാമല ഒരു മലയുടെ ഒരു ഗുഹ അത് താഴെ ചെന്ന് കഴിഞ്ഞപ്പം അത് പല ആളുകൾക്കും നൊയമ്പ് ഒക്കെ ഉണ്ട് ആ കാലത്ത് ഇത് എടുത്തപ്പം. പക്ഷേ താഴെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇതേ അവിടെയാന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അത് ചുമ്മാ അങ്ങ് ഇറങ്ങി അങ്ങ് നടന്ന് കയറി അങ്ങ് പോയി. സാറങ്ങ് കയറിപ്പോയി, ഞങ്ങളും കയറിപ്പോയി. വലിയ മലയുടെ മുകളിലൊരു ഗുഹ. അപ്പോൾ അത് നമുക്ക് തോന്നിച്ചില്ല, ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്ത് തീർക്കാൻ എന്നുള്ള ഇതിനായിട്ട് എല്ലാവരും ഒന്നിച്ച് കൂടി. അതാണ് ഈ ചുരുളിയിൽ ആ ലൊക്കേഷനൊക്കെ കാണിക്കുന്ന അതിൻ്റെ ഒരു ഫീൽ ഉണ്ടായോ ശരിക്കും കാട്? അതെ, കാട് നല്ല കാട് തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ചുരുളിയുടെ, 20 മിനിറ്റ് യാത്രയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ചെറുപ്പത്തിൽ തൊട്ട് കാടറിയാൻ കയറി ഇറങ്ങി നടന്നിട്ടുള്ളതല്ലേ. പിന്നെ വനവുമായിട്ട് ബന്ധപ്പെട്ട ഇച്ചിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കാരണവന്മാർക്ക്. അപ്പോൾ അതുമായിട്ട് കൊടുംവനത്തിൽ ചെന്നിട്ടുണ്ട്. കൊടുംവനത്തിൽ, അതായത് അങ്ങനെ മണം വരും, ആനച്ചൊക്കെന്നതിന് പറയുന്നത്. അപ്പോൾ അതടിക്കുന്ന അതൊക്കെ ഓർക്കുന്നുണ്ട് ഉമ്മാടെ കൂടെ പോയിട്ട്. അപ്പം വനം നമുക്ക് ഇപ്പോഴും വനം. ഇപ്പം കുട്ടയിലാണ് ഒരു സിനിമ നടക്കണം, കുട്ട. അപ്പോൾ ആ വനത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡെയിലി പുലി ഇറങ്ങും. വയനാട്ടിലല്ലേ? വയനാട് കുട്ട, കർണാടകൻ്റെ ബോർഡറാണ്. അപ്പോൾ വനത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമുക്ക് ചെയ്യുന്നത് നന്നാകുന്നുണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ നമ്മളൊരു ഭാരിച്ചൊരു വേഷോട്ട് തലേ വെച്ച് വെക്കുക. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു പേടിയുണ്ട്. പടം ത്തിലുപരി ഞാൻ എനിക്ക് എന്നെ ഉദ്ദേശിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്തത് എങ്ങനെ ആയിത്തീരും തമ്പുരാനെന്നുള്ള ഏതായാലും ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. അതെന്ന് അങ്ങനെയാണ്.
സിനിമ സംഭവിക്കലാണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ സിനിമ എപ്പോഴും ഇത് ദൈവികമാണ്, ദൈവത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് നമ്മൾ തുടക്കം തൊട്ട് അങ്ങനെയൊക്കെ ഓരോ ഘട്ടങ്ങളിലൂടെ കയറിപ്പോണേ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന അല്ല, ഇപ്പോൾ ഇറങ്ങുന്ന പടം എല്ലാം വിജയിക്കണമെന്നുണ്ടോ, എല്ലാം പൊളിഞ്ഞു പോകണമെന്നുണ്ടോ? അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ. ഈ ഇപ്പം പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല കഥ ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല കഥ സ്വീകരിക്കുന്നു. ഒരു താരാധിപത്യത്തിനൊക്കെ അപ്പുറത്തേക്ക് കഥയ്ക്ക് ആധിപത്യം വരുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നമുക്ക് കാണുന്നത്? അല്ല, വളരെ ഇന്നും നല്ല കഥകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം വലിയ താരങ്ങൾ അഭിനയിച്ചാലും ചെറിയ താരങ്ങളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ നല്ല കഥകളാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അവരറിയണം ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ വലിയ സിനിമേന്റെ ഭാഗമാകുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാൻ അങ്ങനെ വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെ സിനിമ എന്നാണ്. സിനിമയ്ക്ക് ഒരു ഭാഷയേ ഉള്ളൂ സിനിമ. പിന്നെ തീർച്ചയായിട്ടും വലിയ സിനിമ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ താരങ്ങളുടെ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രേക്ഷകരുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലൊരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞ് പ്രൊമോഷൻ അത്രയധികം അതിന് ചിലപ്പം വേണ്ടി വരില്ല. പക്ഷെ ഇതുപോലുള്ള സിനിമകൾക്കാണ് കൂടുതൽ പ്രൊമോഷൻസ് വേണ്ടത്, മനസ്സിലായത്. അപ്പം അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പൊ എമ്പുരാൻ പോലൊരു സിനിമയ്ക്ക് ഇപ്പം ഇങ്ങനൊരു പ്രൊമോഷൻ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി ആളുകൾ വെയിറ്റിംഗ്. അതും സിനിമയാണ്, ഇതും സിനിമയാണ്. അപ്പൊ ഇതുപോലുള്ള സിനിമകൾ കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതിന് ജനങ്ങൾ തിയേറ്ററിലോട്ട് എത്തിക്കുന്ന അതിനൊരു മാജിക് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞു, രണ്ടാമത്തെ ഷോ കഴിയുമ്പോഴാണ് ജനങ്ങളിലേക്ക്. അപ്പം ആളുകൾ പറഞ്ഞുള്ള ഇത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പം എന്തായാലും കഥ നല്ലതാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. എമ്പുരാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എമ്പുരാനിന്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് പൃഥ്വിരാജിനെ വെച്ചിട്ട് താങ്കൾ സിനിമ ചെയ്ത ആളാണ്. അതെ, പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ താങ്കളും അഭിനയിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ലൂസിഫറിന്റെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചത്. ലൂസിഫറിലാണ് ഞാൻ ഡയറക്ട് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചത്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ലൂസിഫറിൽ അതിനു മുമ്പ് രാജനോട് കഥ പറഞ്ഞ് നമ്മുടെ സിനിമയെ പറ്റി, അത് കഴിഞ്ഞ് ലൂസിഫറിലോട്ട് അദ്ദേഹം വിളിക്കുന്നു തന്നെ ലൂസിഫറിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് എന്നോട് പറയുന്നത് നമുക്ക് ഉടനെ തന്നെ അത് ചെയ്യാം എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്തൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്താണ്. ഇനി അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ എമ്പുരാന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. ജാഫർക്ക, ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു ചോദ്യമാണ്. അതായത് കുറച്ച് 2-3 മാസങ്ങൾക്ക് മുൻപ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ടെലിവിഷൻ പരമ്പരകൾ വലിയ രീതിയിൽ അപകടകരമാണ് എന്നൊക്കെ. പരമ്പരകളിലൂടെ വന്നൊരു ആർട്ടിസ്റ്റാണ് താങ്കൾ. എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയിരുന്നത്? അത് പറഞ്ഞതാണേലും ശരി, പറഞ്ഞില്ലാത്തതാണേലും ശരി, ഒരാൾ പറഞ്ഞതാണെങ്കിലും ശരി, പറഞ്ഞില്ലാത്ത കഥയാണെങ്കിലും ശരി, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവർക്കും അരി മേടിക്കണം ഇല്ലേ? ഇതിപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ വേറെ എന്തെങ്കിലും ഒരു മോശമായ കാര്യങ്ങൾ നടത്തി അല്ലല്ലോ ഈ അരി മേടിക്കുന്നത്. അവർ മോഷ്ടിക്കാൻ പോകുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നുണ്ടോ? അവർക്കറിയാവുന്നൊരു ജോലി ചെയ്ത് ജീവിക്കുവാൻ. ഒരു ജോലിയുടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് മര്യാദയുള്ള ജോലിയാണെങ്കിൽ അത് ചെയ്യുക, ആഹാരം കഴിക്കുക, വിമർശിക്കേണ്ട ഒരാവശ്യമില്ല. വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്. പിന്നെ ഞാനൊക്കെ എത്ര 10-30 സീരിയൽ ചെയ്താണ്. അപ്പോൾ സീരിയലിൽ നിന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ആക്ഷേപിച്ച് ഒന്നും വയ്ക്കാനൊന്നും കൊള്ളില്ല. ഇതിപ്പം സിനിമയും സീരിയലും എല്ലാം അഭിനയമാണ് ഇല്ലേ? എന്തോരം സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ നന്നായിട്ട് സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അല്ല, സിനിമയിൽ അഭിനയിച്ച എത്ര ആൾക്കാർ പിന്നീട് സീരിയലിൽ വന്നു. പിന്നെ അതിനകത്ത് വ്യത്യാസമേ കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമ സീരിയലിന് വ്യത്യാസം കാണിക്കേണ്ടെന്നാണ് എൻ്റെ ഇത്. അതൊക്കെ ഒരു തലത്തിൽ കിടക്കുന്ന ഒരു കൂട്ടായ്മ കൂടി ചെയ്തു പോകേണ്ട സാധനം. അത് കൊള്ളിയല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളിയല്ല. ഈ പ്രസ് കോൺഫറൻസ് നേരത്തെ സൂചിപ്പിച്ചാണ് ഈ നിലവിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡയറക്ടറെ പൂർണ്ണമായി വിലക്കിക്കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കോണുകളിൽ നിന്ന് വിമർശനം. ഇപ്പോൾ സുരേഷ് കുമാർ വളരെ ഡയറക്റ്റായിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടാണ് താരങ്ങൾ ശമ്പളം കുറച്ചില്ലെങ്കിൽ സിനിമയെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഈ താരങ്ങൾ ശമ്പളം കുറക്കണം, ഈ ശമ്പളം ആരെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ശമ്പളം അവരവരല്ലേ തീരുമാനിക്കുന്നത്. അതൊരു സംഘടന തീരുമാനിക്കേണ്ട കാര്യം. അങ്ങനെ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. അതിപ്പം
അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ അഡ്വോക് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. എനിക്ക് തോന്നുന്നില്ല അമ്മ പോലൊരു സംഘടനയ്ക്ക് ആർട്ടിസ്റ്റുകൾ വിളിച്ച് നിങ്ങൾ കുറയ്ക്കണമെന്ന്. ആരാ കുറയ്ക്കുന്ന അങ്ങനെ? ഇതിപ്പം നമ്മളായിട്ട് ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അവർ വർഷങ്ങളായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന, അവർ കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. മൂല്യം എന്ന് പറയുന്നത് അതൊരു മൂല്യമാണ്. ആ വാല്യൂവിനെയാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം ലാലേട്ടൻ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലാലേട്ടന് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വില ഞാൻ ആദ്യം മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ ലാലേട്ടന് ഇതാണ് ലാലേട്ടന്റെ വില, അത് കൊടുത്താലേ അദ്ദേഹം വരുമെന്ന് അറിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. മമ്മൂക്കയുടെ ഒരു വില നമുക്കറിയാം, മമ്മൂക്ക ഒരു വാല്യൂ നമുക്കറിയാം. അപ്പം മമ്മൂക്കനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാനെങ്കിൽ ആ മൂല്യം, ആ ഒരു വാല്യൂ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോയാൽ മതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ തീരുമാനിക്കുന്നതല്ലേ നല്ലത് അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നില്ല അവർ എല്ലാ സിനിമയ്ക്കും ഒരേപോലെയാണ് പ്രതിഫലം മേടിക്കുന്നതെന്നോ ഇത്ര പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയേ അഭിനയിക്കുമെന്നോ മമ്മൂക്കയെ ലാലേട്ടനോ അല്ലെങ്കിൽ ഈ പ്രധാന നടന്മാരാരും അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും പണത്തേക്കാൾ ഉപരി സിനിമയെ സ്നേഹിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ അഭിനയിച്ച എത്രയോ നായക നടന്മാരുണ്ട്, വളരെ കുറഞ്ഞ പൈസയിൽ അഭിനയിച്ച എത്രയോ നായക നടന്മാർ നമുക്കുണ്ട് മലയാളത്തിൽ. ഇതൊന്നും പറയാതെ അവരിത് കുറയ്ക്കണം, ഇതാണ് മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇൻ കേസ് ഇനി അവർ ശമ്പളം അവരിപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പകുതി സാലറിക്ക് അവരൊരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമ പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്ക് ശമ്പളമൊന്നുമല്ല, നല്ല കഥകൾ അവർ ചൂസ് ചെയ്ത് നല്ല നടന്മാരെ നടിമാരെയും അവർ ചൂസ് ചെയ്തിട്ട് ബഡ്ജറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരോടും സംസാരിച്ച് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം മാർക്കോ പോലൊരു സിനിമ വന്നു, അതിൻ്റെ എത്രയാണ് അതിൻ്റെ ബഡ്ജറ്റ്? അതവർക്ക് ലാഭമല്ലേ? അപ്പം അങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ആ പ്രൊഡ്യൂസർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ റിസ്ക് തന്നെയാണ്. അദ്ദേഹത്തിന് ആ സബ്ജക്റ്റിൽ, ആ സിനിമയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത്രയധികം കോടികൾ മുടക്കിയത്. മനസ്സിലായില്ലേ? അപ്പം ആ സിനിമയ്ക്ക് വേണ്ടി എത്രയോ നാളുണ്ണി കഷ്ടപ്പെട്ടു, എത്രയോ നാളുകൾ ഉണ്ണി അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു സിനിമ വരുമ്പോൾ ഉണ്ണിയുടെ സാലറി കൂട്ടരുതെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉണ്ണി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് ടി കുരുവിള എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പടം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ മായാനദി എന്ന് പറയുന്ന സിനിമയിൽ എത്രയാണ് 25 ലക്ഷം രൂപയോ ആണ് ടൊവി മേടിച്ചിട്ടുള്ളത്. അത്ര കണ്ട് മേടിച്ചിട്ടുള്ളൂ ഞാൻ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ. അതേസമയം നാരദൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും 1.25 കോടിയാണ് ടൊവിയുടെ ശമ്പളം. അതിൽ 30 ലക്ഷം രൂപ ഇപ്പോഴും അദ്ദേഹം കൊടുക്കാനുണ്ട്. ടൊവി ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, സന്തോഷ് ടി കുരുവിള പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നാരദൻ തിയേറ്ററിൽ അത്രയ്ക്ക് വർക്കാവാതെ പോയൊരു സിനിമയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ടൊവി 30 ലക്ഷം രൂപ മേടിക്കാത്തത്. അപ്പം അതും ഇവിടെ നടന്മാർ ചെയ്യുന്നുണ്ട്. അതാ സന്തോഷ് ടി കുരുവിളയെ പോലുള്ളൊരു ആണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ്. നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമകളും ചിലത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് സന്തോഷ് ടി കുരുവിള എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. അദ്ദേഹം അത് ഓപ്പണായിട്ട് പറഞ്ഞു ടൊവി ചെയ്ത കാര്യം അല്ലേ? അപ്പം ടൊവിനോയെ പോലുള്ളൊരു നായകൻ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും മറ്റു പല നടന്മാരും അത് ചെയ്യുന്നുണ്ട്. അതൊന്നും പറയാതെ ഇവരുടെ ശമ്പളമാണ് മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ശരിയാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ നിർമ്മാതാക്കൾക്ക് യഥാർത്ഥത്തിൽ സിനിമ കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് ഒരു വലിയ വിഷയം തന്നെയല്ലേ? ഏത് ബിസിനസ് ആണെങ്കിലും അങ്ങനെയല്ലേ വേണ്ട. നമ്മളത് ചെയ്യാൻ യോഗ്യനാണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണ്ടേ. അതിപ്പോൾ നമ്മളൊരു പെട്ടിക്കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ പെട്ടിക്കട തുടങ്ങിയാൽ എനിക്കത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ, എനിക്കത് ലാഭത്തിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ടേ. അങ്ങനെ അത് തീർച്ചയായിട്ടും അവരാണ് അത് ആദ്യം തീരുമാനിക്കേണ്ടത്. ഞാനൊരു സിനിമ നിർമ്മിക്കണോ, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവിടെ വർഷങ്ങളുടെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ ചെസ് കഴിഞ്ഞു, മധുരരാജ കഴിഞ്ഞു, കുറേ വർഷങ്ങളായി. ഞാൻ തന്നെ 20-27 വർഷമായിട്ട് നമ്മളറിയും. ഈ ഗ്യാപ്പ് ഉണ്ടാകുന്നു സിനിമയിൽ. യഥാർത്ഥത്തിൽ മലയാളത്തിൽ പലർക്കും സിനിമയിൽ കൃത്യമായി നമ്മുടെ കഴിവൊക്കെ തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് തോന്നില്ല. ഇല്ല, എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ അറിഞ്ഞറിയാതെ നമ്മൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ് എന്ന് ഞാൻ ഇടയ്ക്ക് ഒരു തമിഴ് ഫിലിം ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അതൊരു 50 days പ്ലാൻ ചെയ്ത ഫിലിം പല കാരണങ്ങളാലും 4 വർഷം കൊണ്ടാണ് എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഷൂട്ട് പറഞ്ഞ ഡേറ്റിൽ തീർത്തു. പിന്നെ നമ്മൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളെയോ അവർ ഡേറ്റ് തന്നില്ല, ഇതൊന്നും കാര്യമില്ല. അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ തിരക്കുകൊണ്ടായിരിക്കാം.
അങ്ങനെ പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ലോബിയിലുണ്ടെങ്കിൽ നിന്നാലേ സിനിമ ചെയ്യാൻ പറ്റൂ, അതൊന്നുമല്ല. നല്ല സംഭവങ്ങളായിട്ട് ചെന്നാൽ ആർട്ടിസ്റ്റുകൾ അവരെ കൺവിൻസ് ചെയ്ത് സാധിച്ചാൽ പ്രോജക്റ്റുകൾ ഉണ്ടാവും, സക്സസ് ആവും, യാതൊരു സംശയവും. ഇതിൽ ഷൈൻ ടോം ജോക്കയും കൂടി ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത് എങ്ങനെയാണ് ഷൈൻ ടോം ജോക്കോന്റെ ക്യാരക്ടറിനെ? അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ അതെ, ഷൈൻ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സാംസൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ്. സാംസൺ തൻ്റെ കയ്യിലാണ് നീതിയും നിയമവും എല്ലാം എന്ന് വിശ്വസിക്കുകയും തന്നെ ചോദ്യം ചെയ്യുകയും വിമർശനം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചുരുക്കം ചില നമ്മുടെ ചുറ്റുപാടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് സംഭവം നമ്മൾ കാണുന്നതാണ്. അതിൽ ചുരുക്കം ചിലരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഷൈൻ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജാഫർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്യാരക്ടറൊക്കെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അടുത്ത ഒരു കഥാപാത്രം എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം? ആഗ്രഹിക്കുന്ന എല്ലാ ഏത് കഥാപാത്രവും ഞാൻ പറയില്ല, അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലെന്നേ. ഇന്ന ഒരു സാധനം കിട്ടിയാലേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ല, ഒരു കാർപ്പൻ്ററിൻ്റെ പണി ചെയ്യുന്ന ഒരാൾ പിന്നെ പണിയുമ്പം കട്ടിന് മാത്രം കൂട്ടാൻ പറ്റുള്ളൂ, ചൂടൊന്നും എനിക്ക് കൂട്ടാൻ പറ്റിയല്ല, കുറച്ച് പണിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ല ഒന്നും പറയാൻ പറ്റിയല്ല. അങ്ങനെ പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനോട് പറയുന്ന ഒരു സാധനം, ഒരു കത്തിക്ക് പിടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ കറി ഇട്ട് കൊടുക്കണം. പിന്നെ വലിയൊരു കട്ടിൽ പണിയണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഇപ്പം നമ്മുടെ എൻ്റെ ഇപ്പോൾ ഫാദറൊന്നും അല്ലല്ലോ സിനിമ പഠിക്കണേ. അവർ പ്ലാൻ ചെയ്യുന്നു, അവർ പ്ലാൻ ചെയ്തിട്ട് എന്നെ ആവശ്യം ഉള്ള ഇപ്പോൾ എവിടുന്നേലും ആര് പറയുന്നു ആ വേഷം പുള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചർച്ചയിലൂടെ അത് വരുന്നു. അത് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഇതിലേക്ക് വരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറയുക, ഇല്ല ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ മെയിൻ വേഷം തന്നെ ഒന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അതിൻ്റെ വാപ്പ പണം പിടിക്കുവാണെങ്കിൽ എനിക്ക് പറയാം. ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു നടൻ പറഞ്ഞത് കുഴച്ചു വെച്ച മാവ് പോലെയാണെന്ന്. അതിനെ ഏത് രീതിയിലൊക്കെ ക്ലേ ഇല്ലേ, അതെ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അത് തന്നെ അങ്ങനെ ആകാവുള്ളൂ ആരും. പിന്നെ എനിക്ക് ഇന്നതാ ചെയ്യാവുള്ളൂ, എനിക്ക് പിന്നെ ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടോ? ആ നല്ല വേഷങ്ങളൊക്കെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇന്ന പോലെ ഒരു സാധനമൊക്കെ ചെയ്യണം. അതിന് നമ്മുടെ കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല ശങ്കരാടിച്ചേട്ടൻ്റെയൊക്കെ ചില സിനിമകളിലൊക്കെ അവരൊക്കെ കാട്ടിക്കൂട്ടിയുള്ളതല്ലേ. അപ്പോൾ പ്രായമൊക്കെ ആയിക്കഴിയുമ്പോൾ അങ്ങനത്തെ ഉള്ളതിലേക്കൊക്കെ ഒന്ന് ഒടുവിലാഞ്ചേട്ടനൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ജീവനോടുകൂടിയല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ കഥാപാത്രങ്ങൾ കിട്ടണേ ഇഷ്ടമാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചില സിനിമകൾക്ക് കൂടി ഷാജോൺ പ്രാധാന്യം കൊടുക്കണം, ഇതുവരെയൊക്കെ പോലുള്ള സിനിമകളൊക്കെ. പക്ഷേ ഇതുവരെയൊന്നും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വലിയൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏത് സിനിമ ചെയ്താലും ഇപ്പം ഇതുവരെയാണെന്നുണ്ടെങ്കിലും അതുപോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് തിയേറ്ററിൽ അത് എത്രത്തോളമാണ് അത് വർക്കാകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത് മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ അത്തരത്തിലുള്ളൊരു കഥയുമായിട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പം അനിൽ തോമസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അതിപ്പോൾ പറയേണ്ടതാണ്. കാര്യം ഞാനും ഒരു എറണാകുളം നിവാസിയാണ്, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും നമ്മളെല്ലാം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്കത് അതിനോട് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സിനിമ നമ്മൾ ചെയ്യാം. അത് എത്ര പേരിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാൻ പറ്റില്ല ഇത് ചിലപ്പോൾ തിയേറ്റർ വർക്കാവില്ല കേട്ടോ അതുകൊണ്ട് ഞാനില്ല എന്ന് പറയല്ലോ. നമുക്കിത് ചെയ്യാം എന്ന് പറയുമ്പം അവർ പറയും ഇതൊരു ബഡ്ജറ്റ് കുറവാണ് ഷാജോൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചോളൂ, എനിക്ക് എത്ര ശമ്പളം തരാൻ പറ്റും നിങ്ങൾ തീരുമാനിച്ചോളൂ, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും സപ്പോർട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക്. അവർ പറയുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് അതിന് ജോലി ചെയ്യുക, നമ്മൾ വേറെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പല അവാർഡ്സിലും അത് പരിഗണിച്ചിട്ടുണ്ട്. എനിക്കും 1-2 അവാർഡ്സ് അതിൻ്റെ പേര് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെ സന്തോഷമാണ്. ഇപ്പം താങ്കൾ തന്നെ ചോദിച്ചല്ലോ, ഞാൻ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാൽ ഈ സിനിമ കാണാം. അതെ, അപ്പം അങ്ങനെ ഒരു സിനിമ സംഭവിച്ചുകൊണ്ടാണ്. അപ്പം അത് എവിടം വരെ എത്തും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ എവിടൊക്കെ എത്തുന്നു അവിടം വരെ എത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു നല്ലൊരു ആശയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു കലാകാരൻ എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മിക ബോധം. എനിക്കത് ചെയ്യണമെന്ന് അതിനൊപ്പം നിൽക്കണമെന്ന് തോന്നി അത് ചെയ്തു, അത്രേ ഉള്ളൂ. ബാബുട്ട് എങ്ങനെയാണ് ഈ സിനിമ മറ്റ് ആർട്ടിസ്റ്റൊക്കെക്കാരാണ് എന്തെങ്ങനെയാണ് ഇത്? അല്ല, ഇത് പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തത് ജാഫർക്ക് തന്നെയാണ്. പിന്നെ ഷൈൻ ടോം ജോക്കയും ഷാജോണും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ബാക്കി ഇപ്പോൾ നമ്മുടെ ശ്രുതി ജയൻ ജാഫ്രിക്കയാണ് അതിൽ ജാഫ്രിക്ക ഉണ്ടായിരുന്നില്ല. ശ്രുതി ജയൻ അത് ശ്രദ്ധിക്കപ്പെട്ട വളരെ പയ്യന്റെ അമ്മയായിട്ടുള്ള ശ്രുതി ജയൻ നല്ല. അപ്പൊ അത് നല്ലൊരു ക്യാരക്ടർ ഇതിൻ്റെ അകത്തുണ്ട്.
താമര എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ വർഷ പ്രസാദ്, ഇക്രു, കാർത്തിക് വിഷ്ണു ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. കാറ്റ്, കപ്പ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട്. കാസ്റ്റിങ്ങിലേക്ക് ആർട്ടിസ്റ്റിന് എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് അത് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നമ്മൾ അറിയാമല്ലോ. അത് പ്രത്യേകിച്ച് ആ കഥാപാത്രത്തിന് യോജിക്കുന്ന ആളെയായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ഇതിൻ്റെ അത് നമ്മൾ ചിന്തിക്കുക ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളെ തന്നെ നമ്മൾ കിട്ടി. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ തന്നെ. അപ്പോൾ ചാട്ടുളി യഥാർത്ഥത്തിൽ വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള വിജയാശംസകളും. താങ്ക് യു.